വെൽക്കം ടു പോളിടെക്നിക്. വിൻഡോസ് എക്സ് പി നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ്. 2001 കാലഘട്ടത്തിൽ വിൻഡോസ് അവതരിപ്പിച്ച ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എക്സ് പി. വിൻഡോസ് എക്സ്പീരിയൻസ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ അതിനുശേഷം വിൻഡോസ് വിസ്ത 2007 വന്നു. അതിനുശേഷം 8, 8.1, വിൻഡോസ് 10, ഇപ്പോൾ വിൻഡോസ് 11 നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനപ്രീതി പിടിച്ചു പറ്റിയ വിൻഡോസ് എക്സ് പി നമ്മുടെ കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഓൺലൈനിൽ വിൻഡോസിൻ്റെ സൈറ്റിൽ നിലവിൽ വിൻഡോസ് എക്സ് പി ഡൗൺലോഡ് അവൈലബിൾ അല്ല. നമുക്ക് archive.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോസ് എക്സ് പി ISO ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. 64 ബിറ്റ് 32 ബിറ്റ് രണ്ട് വെർഷനിലുള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് പ്രൊഫഷണൽ ഹോം ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെയുള്ള ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമ്മൾ തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അതിൽ ഏതാണ് നോക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വെർഷൻ്റെ കീ നോട്ട് ചെയ്ത് ഒരു നോട്ട് പാഡോ ഒരു വേഡോ ആക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ISO ഫയൽ ഡൗൺലോഡ് ചെയ്തതിനെ ഒരു പെൻഡ്രൈവിലേക്ക് ആക്കാം. നമ്മൾ എക്സ് പി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് CD-കളിലാക്കി നമ്മളത് ആണ് OS ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് സിസ്റ്റത്തിൽ. ഒത്തിരി ടൈം എടുത്താണ് നമ്മൾ ചെയ്തിരുന്നത്. നിലവിലിപ്പോൾ നമുക്ക് റുഫൂസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് പെൻഡ്രൈവിലേക്ക് ഈ ISO ഫയലിനെ ആക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. നമുക്കൊരു 4GB പെൻഡ്രൈവ് മതി ഇത് ചെയ്യാനായിട്ട്. നിലവിൽ ആവശ്യത്തിന് 4GBയുടെ ആവശ്യമുള്ളൂ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു പെൻഡ്രൈവ് എടുക്കുക. പെൻഡ്രൈവ് നമ്മുടെ സിസ്റ്റത്തിലെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ കണക്ട് ചെയ്യുക. നമ്മുടെ സോഫ്റ്റ്വെയർ റുഫൂസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ബൂട്ടബിൾ പെൻഡ്രൈവ് മേക്ക് ചെയ്യുന്നതിനുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് നമ്മൾ ഡ്രൈവിന് ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പെൻഡ്രൈവ് കറക്റ്റായിട്ട് തന്നെ നോക്കി കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ISO ഫയൽ ലൊക്കേഷനകത്ത് സെലക്ഷനകത്ത് നമ്മുടെ ISO ഫയൽ ലൊക്കേറ്റ് ചെയ്യുക. അതിൻ്റെ പാർട്ടീഷൻ സ്കീം MBR കൊടുക്കുക. ബയോസ് വെർഷൻ അതെല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ വരും, അത് കൊടുക്കുക. നമ്മുടെ ലേബലിന് എന്തെങ്കിലും നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്യാം. വോളിയം ലേബൽ എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ NDFS പാർട്ടീഷനായിട്ട് നമുക്ക് ചെയ്യാം. FAT32 ആണ്, NDFSും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ NDFS ആക്കി നമുക്ക് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻഡ്രൈവിലുള്ള ഡേറ്റയെ ഫുള്ള് എറേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പെൻഡ്രൈവ് ഒരു ബൂട്ടബിൾ മീഡിയമാക്കി ഈ സോഫ്റ്റ്വെയർ മാറ്റി തരും. അതിനുശേഷം നമുക്ക് ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പെൻഡ്രൈവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ബൂട്ട് മെനു സെലക്ട് ചെയ്യുക. സാധാരണ സിസ്റ്റത്തിൽ F12 ഡിലീറ്റ് പോലുള്ള കീകളിലാണ് വരുന്നത്. നമ്മളിപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മളതിൻ്റെ ഇതെടുത്തു. F2, F8, F9, F10, F12 ഡിലീറ്റ്, എസ്കേപ്പ് പോലുള്ള കീകളിലാണ് നമ്മുടെ ബൂട്ട് മെനു എടുക്കാനുള്ള ഓപ്ഷൻ സാധാരണ വരുന്നത്. അതിനകത്ത് ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മുടെ കിങ്സ്റ്റൺ ടർണാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കിങ്സ്റ്റൺ നമ്മൾ സെലക്ഷൻ കൊടുത്തു. അല്ലെങ്കിൽ ബയോസിൽ പോയിട്ട് ബൂട്ട് സെക്ഷൻ എടുക്കുക. ബൂട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് ഓർഡർ മാറ്റി കൊടുക്കുക. റിമൂവൽ ഡിവൈസിലാണ് പെൻഡ്രൈവ് വരുന്നത്. അത് ഫസ്റ്റ് ഓപ്ഷൻ ആക്കി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ പെൻഡ്രൈവിൽ നിന്നും ബൂട്ട് ചെയ്ത് വരുമ്പോൾ വിൻഡോസ് എക്സ് പി ചെയ്തു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഫയൽസ് കോപ്പി ചെയ്യാനുള്ള സ്റ്റെപ്പ് ആരംഭിക്കുന്നു. ഇത് നമ്മൾ CD-യിലൊക്കെ ചെയ്തപ്പോൾ എത്രയോ ടൈം നോക്കിയിരുന്ന് നമ്മൾ ചെയ്തതാണ് ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ വളരെ സ്പീഡിൽ തന്നെ പെൻഡ്രൈവിൽ നിന്നത് ചെയ്തു വരും. നമ്മൾ എൻ്റർ അടിക്കുക, F8 അടിച്ച് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. നമ്മൾ ഈ പാർട്ടീഷനിലേക്കാണ് ചെയ്യുന്നത്, അൺപാർട്ടീഷൻഡ് സ്പേസ്. അതിലേക്ക് നമുക്ക് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. C അടിച്ചാൽ ക്രിയേറ്റ് പാർട്ടീഷനായി, എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് നമുക്കൊരു പാർട്ടീഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അതിനുശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം. പാർട്ടീഷൻ ഇപ്പോൾ 60 GB വെച്ചുള്ള 60ഉം ഒരു 64 GB വരുന്ന രണ്ട് പാർട്ടീഷനായിട്ട് നമ്മളിതിന് സെലക്ട് ചെയ്തിട്ടു. അപ്പോൾ ഒരു അൺപാർട്ടീഷൻഡ് സ്പേസ് ആയിട്ട് 8 MB, അത് വിൻഡോസിൻ്റെ മറ്റ് സപ്പോർട്ടിംഗ് ഫയൽസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നു. Cയിൽ നമുക്ക് വിൻഡോസും, Eയിൽ നമുക്കൊരു സ്റ്റോറേജ് ഡ്രൈവുമായിട്ട് എടുക്കാം. നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യുവാണ്. ഡിലീറ്റ് ചെയ്തു ശേഷം നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് C ഡ്രൈവ് ആക്കി എടുത്തുകൊണ്ട് എൻ്റർ അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വിക്ക് ഫോർമാറ്റ് കൊടുക്കാം. NDFS ഫയൽ സിസ്റ്റത്തിൽ ക്വിക്ക് ഫോർമാറ്റ് കൊടുക്കാം. ക്വിക്ക് ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിയിങ് ഫയൽസാണ്. കോപ്പിയിങ് ഫയൽസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ആകും സിസ്റ്റം റീസ്റ്റാർട്ട് ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് വരും. അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫയൽസ് കോപ്പി ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഇൻസ്റ്റാളിങ് വിൻഡോസ് ഉണ്ട്, ഫൈനലൈസിങ് ഇൻസ്റ്റലേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ CD ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്താണ് ഇതെല്ലാം ആക്കിയത്.
നമുക്കതിന് വരുന്ന ഓപ്ഷൻസ് എടുക്കുക, അതിൻ്റെ റീജിയനും ലാംഗ്വേജുകളും കൊടുക്കുക. കീബോർഡ് സെറ്റപ്പുകൾ നമുക്ക് മാറ്റാനുള്ള ബേസിക് കാര്യങ്ങൾ ഇവിടുന്ന് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് കൺട്രോൾ പാനലിൽ പോയി അവിടെ നിന്നും അത് മാറ്റാം. ഇപ്പോൾ US ആണ് വരുന്നത്, നമുക്ക് വേണമെങ്കിൽ കീബോർഡ് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ നോർമലായിട്ട് വരുന്നത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസിൽ നിന്നുകൊണ്ട് കൺട്രോൾ പാനലിൽ പോയി ഇതെല്ലാം മാറ്റാം, ടൈം സോണും എല്ലാം മാറ്റാം. നമുക്കിപ്പോൾ യൂസർ നെയിമിൻ്റെ അവിടെ ഒരു പേര് ഹൗ ടു ഫിക്സ് ഇറ്റ് എന്നോ അല്ലെങ്കിൽ യൂസറെന്നോ നമ്മുടെ പേരോ അഡ്മിനിസ്ട്രേറ്ററെന്നോ എന്തെങ്കിലും കൊടുക്കാം. നമ്മൾ ആ നോട്ട് ചെയ്ത് വെച്ച പ്രോഡക്റ്റ് കീ ഇവിടെ അടിക്കുക. അപ്പോൾ നമ്മൾ അത് നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ ഈ വെർഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കീ ഗൂഗിളിൽ നിന്ന് നോക്കുക, ഒരെണ്ണം കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. കമ്പ്യൂട്ടർ നെയിം നമുക്കിതുപോലെ മാറ്റി എന്ത് വേണമെങ്കിലും അവിടെ കൊടുക്കാം, യൂസറെന്നോ നമ്മുടെ പേരോ അഡ്മിനിസ്ട്രേറ്ററെന്നോ ഒക്കെ കൊടുക്കാം. ടൈം സോൺ നമുക്ക് പസഫിക് ടൈമാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്, ഒന്നല്ലത് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇന്ത്യൻ സോണിലേക്ക് വരാം, അല്ലെങ്കിൽ പിന്നീട് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം ടൈം മാറ്റാം. വർക്ക് ഗ്രൂപ്പൊക്കെ നോർമലായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വിടുന്നു. അതിൻ്റെ ഫയൽസ് ഫുള്ള് കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പിയായി നമ്മൾ വിൻഡോസിലേക്ക് കയറി കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇത് വിൻഡോസിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് XPയിൽ നമ്മൾ 10ഉം 11ഉം എടുക്കുന്ന പോലെ എല്ലാ ഡ്രൈവറുകളും ഒന്നും എടുത്തു കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഇതിപ്പോൾ വിൻഡോസ് XPയുടെ 64 ബിറ്റ് എഡിഷനാണ്. നമ്മൾ സാധാരണ പണ്ട് ഉപയോഗിച്ചിട്ടുള്ളത് 32 ബിറ്റൊക്കെയാണ്. 64 ബിറ്റൊന്നും നമുക്ക് അധികം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. വിൻഡോസ് XPക്ക് ശേഷം വിൻഡോസ് വിസ്റ്റ ഇറങ്ങിയിട്ടുണ്ട്, അതിനുശേഷം 8, 8.1, പിന്നെ വിൻഡോസ് 10, ഇപ്പോൾ 11 വരെ എത്തി. അപ്പോൾ ഇതാണ് നമുക്ക് വിൻഡോസ് XPയിൽ നമ്മൾ ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുള്ളതാണ്. വൈസിറ്റിയും അതേപോലെ 80 വീൽസ് ഓഫ് സ്റ്റീൽ അക്രോസ് അമേരിക്കയൊക്കെ ഈ യൂറോ ട്രക്ക് സിമുലേറ്ററിൻ്റെയൊക്കെ ആദ്യ വെർഷൻ SCA സോഫ്റ്റ്വെയറിൻ്റെ വളരെ മികച്ച സോഫ്റ്റ്വെയറുകളായിരുന്നു. അതെല്ലാം നമുക്ക് XPയിൽ CD ഇട്ടെല്ലാം നമ്മൾ കളിച്ചിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, താങ്ക് യു. മറ്റ് കാര്യങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഡൗട്ടുള്ളത് നമുക്ക് കമൻറ്റിലിടുക. ബാക്കി വീഡിയോസ് ഉടനെ തന്നെ ഇടാം.